നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. നെല്ലായി കൊളത്തൂരിൽ 2 ദിവസമായി നടത്തിയ KSKTU ജില്ലാ സമ്മേളനം സമാപിച്ചു. ചാലക്കുടിയിൽ ദേശീയപാതയോരത്തുള്ള വീട്ടിൽ മോഷണം, പണവും ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളും നഷ്ടപ്പെട്ടു. മേലൂർ കുന്നപ്പിള്ളിയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കിടന്നിരുന്ന ടാങ്കർ ലോറിയുടെ ടാങ്ക് അറുത്ത് മുറിച്ചുകൊണ്ടുപോയി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവിനെതിരെ ABVP പ്രതിഷേധം. വിശദമായ വാർത്തകളിലേക്ക്. നെല്ലായി കൊളത്തൂരിൽ 2 ദിവസമായി നടത്തിയ KSKTU ജില്ലാ സമ്മേളനം സമാപിച്ചു. ജില്ലയിലെ 17 ഏരിയ കമ്മിറ്റികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 360 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഓൾ ഇന്ത്യ അഗ്രികൾച്ചറൽ വർക്കേഴ്സ് യൂണിയൻ അഖിലേന്ത്യാ പ്രസിഡന്റ് A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് MK പ്രഭാകരൻ അധ്യക്ഷനായി. CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, KSKTU സംസ്ഥാന പ്രസിഡന്റ് NR ബാലൻ, ജനറൽ സെക്രട്ടറി N. ചന്ദ്രൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ K. കോമളകുമാരി, R. ചിന്നക്കുട്ടൻ, AIAW കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം ലളിത ബാലൻ, സമ്മേളന സംഘാടക സമിതി ചെയർമാൻ PK ശിവരാമൻ, KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം ജിഷ ശ്യാം എന്നിവർ സംസാരിച്ചു. ചാലക്കുടിയിൽ ദേശീയപാതയോരത്തുള്ള വീട്ടിൽ മോഷണം, പണവും ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളും നഷ്ടപ്പെട്ടു. പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷനിൽ ദേശീയപാതയോരത്തോട് ചേർന്നുള്ള പുല്ലൻ വിൽസന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വിൽസനും കുടുംബവും വീട്ടിലുണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രിയിലാണ് മോഷണം നടന്നതെന്ന് കരുതുന്നു. തിങ്കളാഴ്ച വൈകുന്നേരം 6 മണിയോടെ വിൽസനും കുടുംബവും നെടുമ്പാശ്ശേരിയിലുള്ള മകളുടെ വീട്ടിലേക്ക് പോയിരുന്നു. വ്യാഴാഴ്ച രാവിലെ വീട്ടിൽ ജാതിക്ക പറിക്കാൻ എത്തിയവരാണ് മോഷണം നടന്നതായി കണ്ടെത്തിയത്. തുടർന്ന് വീട്ടുകാരെ വിളിച്ചുവരുത്തി നടത്തിയ പരിശോധനയിലാണ് 3000 രൂപയും ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളും നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത്. അന്ന് രാത്രിയാണ് ചേട്ടനും ചേച്ചിയും ഇവിടുന്ന് മോളുടെ വീട്ടിലേക്ക് പോയത്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കയ്യിൽ താക്കോലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. 7 വാതിലും പൂട്ടിയിട്ടാണ് അവർ പോയിരുന്നത്. ആ 7 വാതിലിൻ്റെ പൂട്ടും ഇപ്പം ഇന്ന് കാലത്ത് ജാതിക്കായ പറക്കണമെന്ന് പറഞ്ഞപ്പോൾ താക്കോല് അവൻ്റെ ഞാൻ കൊടുക്കാറുണ്ട്, ബാക്കിലെ ഗ്രില്ലിൻ്റെ ജാതിക്ക അകത്ത് ഇടാൻ. അപ്പം അവൻ വന്ന് താക്കോലി ഞാൻ കൊടുത്തു. അവൻ വന്ന് നോക്കി വഴി അവൻ പറഞ്ഞു, ചേട്ടാ വാതിലുകൾ തുറന്നു കിടക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ 7 വാതിൽ പൂട്ടിയതും പൊളിച്ചിട്ടേക്കണേ, 4 അലമാരികൾ, ഒരു 2 മേശ ഒക്കെ പൊളിച്ച് എല്ലാ തുണികളും അതിൽ കിടക്കുന്ന സാധനങ്ങളും ഒക്കെ എടുത്തിട്ടാണ്. വീടിനുള്ളിലെ 7 വാതിലുകളും 5ഓളം അലമാരകളും തകർത്ത നിലയിലും സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലുമാണ്. വീട്ടിൽ നിന്നും മറ്റൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഏകദേശം 60,000 രൂപ വിലയുള്ള ജാതിക്കയും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും എടുക്കാത്തതിനാൽ പണവും സ്വർണവും മാത്രം അപഹരിക്കുന്ന പ്രൊഫഷണൽ സംഘമാകും ഇതിന്റെ പിന്നിലെന്നാണ് കരുതുന്നത്. കുറച്ചു ദിവസമായി ചാലക്കുടിയിലും സമീപ പ്രദേശങ്ങളിലും മോഷണം പെരുകുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച ചിറങ്ങര ഗാന്ധിനഗറിലുള്ള വീട്ടിൽ നിന്നും 35 പവനും 8,000 രൂപയും മോഷണം പോയിരുന്നു. ഇതുവരെ പോലീസിനെതിരെക്കുറിച്ച് യാതൊരു തുമ്പും കിട്ടിയിട്ടില്ല. ദേശീയപാതയോടും റെയിൽവേ പാതയോടും ചേർന്നുള്ള വീടുകളിലാണ് നിലവിൽ മോഷണം നടന്നിരിക്കുന്നത്. വൈസ്മൻ ഇന്റർനാഷണൽ ക്ലബ് ചാലക്കുടി മെയിൻ ക്ലബ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കലാഭവൻ മണി അവാർഡ് വിതരണവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും ജൂലൈ 14 വൈകിട്ട് 6 മണിക്ക് ചാലക്കുടി യുണൈറ്റഡ് ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചാലക്കുടി നഗരസഭാ ചെയർമാൻ എബി ജോർജ് ഉദ്ഘാടനം ചെയ്യും. വൈസ്മൻ ക്ലബ് പ്രസിഡന്റ് മെന്റസ് കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിക്കും. പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് പാസ്റ്റ് LRD ജോളി വടക്കൻ നിർവഹിക്കും. കലാഭവൻ മണി അവാർഡ് ചലച്ചിത്ര സംവിധായകൻ സുന്ദർദാസ്, മിമിക്രി കലാകാരനും എഴുത്തുകാരനുമായ കലാഭവൻ മണികണ്ഠന് സമ്മാനിക്കും. പാസ്റ്റ് DG ജോഷി പുത്തിരിക്കൽ, ഡിസ്ട്രിക്ട് സെക്രട്ടറി റിജു ഞാളിയത്ത്, കലാഭവൻ ജയൻ, സുരേഷ് പവിത്രം, ബൈജു ജോർജ്, AK ജോൺ, ഡാനി ഫ്രാൻസിസ് എന്നിവർ സംസാരിക്കും. പുതിയ ഭാരവാഹികളായി മെന്റസ് കണ്ണൂക്കാടൻ പ്രസിഡന്റ്, AK ജോൺ സെക്രട്ടറി, ബെന്നി അച്ചാണ്ടി ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു. മെന്റസ് കണ്ണൂക്കാടൻ, കലാഭവൻ ജയൻ, റിജു ഞാളിയത്ത്, AK ജോൺ, സുരേഷ് പവിത്രം എന്നിവർ ചാലക്കുടി പ്രസ് ഫോറത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ബഹുമാനപ്പെട്ട ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ
എബി ജോർജ് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം വൈസ്മാൻ നേതാവ് ഫാസ്റ്റ് LRD, ജോളി വടക്കനും അതുപോലെ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഫാസ്റ്റ് DG ജോഷി പുത്തിരികയിലും നിർവഹിക്കുന്നു. കരുവന്നൂർ പുഴയിൽ വീണ്ടും ആത്മഹത്യാശ്രമം. ബുധനാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. ഇരിങ്ങാലക്കുട കുരുമ്പിശ്ശേരി സ്വദേശി വലിയ വീട്ടിൽ വേണു മകൻ ഹരികൃഷ്ണൻ എന്ന യുവാവാണ് ആത്മഹത്യാശ്രമം നടത്തിയത്. സുഹൃത്തുക്കൾക്ക് സന്ദേശം നൽകിയാണ് ഇയാൾ കരുവന്നൂർ വലിയ പാലത്തിന് മുകളിൽ നിന്നും പുഴയിലേക്ക് ചാടിയത്. കനത്ത മഴയിൽ കരുവന്നൂർ പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നതിനാൽ നല്ല അടിയൊഴുക്കും പുഴയിലുണ്ട്. ഇരിങ്ങാലക്കുട പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി തിരച്ചിൽ ആരംഭിച്ചു. കരുവന്നൂർ വലിയ പാലത്തിൽ നിന്ന് ചാടി ആത്മഹത്യാശ്രമം ചുരുങ്ങിയ കാലത്തിനുള്ളിൽ 8ഓളം പേരാണ് നടത്തിയത്. പാലത്തിൽ ഫെൻസിംഗ് നടത്തുമെന്ന് അധികൃതർ പ്രഖ്യാപനം നടത്തിയെങ്കിലും ഇതുവരെ പ്രായോഗികമായിട്ടില്ല. ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഗിരിധർ ഐ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച് സൌജന്യ നേത്ര പരിശോധനയും നേത്ര സംരക്ഷണ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. വിജയരാഘവപുരം ഗവൺമെന്റ് സ്കൂളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ചാലക്കുടി മുനിസിപ്പൽ വൈസ് ചെയർമാൻ ആലിഷ് ഷിബു നിർവഹിച്ചു. ചടങ്ങിൽ ഉച്ചഭക്ഷണത്തിനുള്ള പാത്രങ്ങളുടെ വിതരണോദ്ഘാടനം പ്രതിപക്ഷ നേതാവ് CS സുരേഷ് നിർവഹിച്ചു. ഡോക്ടർ മഹിത നേത്ര സംരക്ഷണ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ക്ലബ് പ്രസിഡന്റ് PD ദിനേശ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപിക ബിജി S, വാർഡ് കൌൺസിലർ ഷിബു വാലപ്പൻ, റോട്ടറി ക്ലബ് അംഗങ്ങളായ അഡ്വക്കേറ്റ് K കുഞ്ഞുമോൻ, സജിലേഷ് ബാലൻ, അനീഷ് കുഞ്ഞപ്പൻ, അഡ്വക്കേറ്റ് സണ്ണി ഡേവിസ്, ശങ്കരൻകുട്ടി പെരുമ്പിള്ളി, അഡ്വക്കേറ്റ് സുനിലാൻ കളരിക്കൽ, ജോഷി KD, PTA പ്രസിഡന്റ് ജോഫിൻ ജോസ് എന്നിവർ സംസാരിച്ചു. നമ്മുടെ വിദ്യാലയത്തിലെ ഭദ്ര എന്ന കുട്ടിക്ക് കുറച്ച് നാളുകൾ നീണ്ടു നിൽക്കുന്ന വളരെ ചിലവേറിയ ശസ്ത്രക്രിയ ഗിരിധർ ഹോസ്പിറ്റലിൽ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ആദ്യം തന്നെ ചാലക്കുടിയിലെ 3 സർക്കാർ സ്കൂളുകളാണ് ഉള്ളത്. വർഷങ്ങളായി മേലൂർ കുന്നപ്പിള്ളിയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കിടന്നിരുന്ന ടാങ്കർ ലോറിയുടെ ടാങ്ക് അറുത്തു മുറിച്ചുകൊണ്ടുപോയി. ടാങ്ക് കിടന്നിരുന്ന പറമ്പിലെ വീട്ടിൽ ആരും ഇല്ലാതിരുന്ന സമയത്താണ് ടാങ്ക് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മുറിച്ചു കടത്തിയത്. ബുധനാഴ്ചയും വ്യാഴാഴ്ചയുമായി 4 പേർ ചേർന്നാണ് ടാങ്ക് മുറിച്ചു കടത്തിയത്. കൊരട്ടി പോലീസിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ടാങ്ക് മുറിക്കുകയായിരുന്ന 4 പേരെ കൊരട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇടുക്കി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ടാങ്ക് എന്ന് പറയപ്പെടുന്നു. 7 വർഷത്തിലധികമായി ടാങ്ക് ഇവിടെ കിടക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവിനെതിരെ ABVP പ്രതിഷേധം. ഉപരിപഠനത്തിനായി വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് കുടിയേറുന്നതിൽ മന്ത്രിസഭയിൽ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയാണ് പ്രതിഷേധം. ഇരിങ്ങാലക്കുടയിലെ മന്ത്രിയുടെ ഓഫീസിന് മുൻപിൽ പോസ്റ്ററുകൾ പതിപ്പിച്ചു. കഴിഞ്ഞ 7 വർഷം കേരളത്തിലെ വിദ്യാഭ്യാസം വിദേശ നിലവാരത്തിൽ ഉയർത്തിയിട്ടില്ല. ഗാന്ധിജിയും ഇന്ദിരയും പഠിച്ച കാലഘട്ടമല്ലെന്നും പോസ്റ്ററുകളിൽ തുടർന്ന് ഓഫീസിന് മുന്നിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. ABVP തൃശൂർ ജില്ലാ സെക്രട്ടറി KS യദുകൃഷ്ണൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്ദിരാഗാന്ധിയും ഗാന്ധിജിയുമെല്ലാം അന്നത്തെ കാലഘട്ടത്തിൽ 1947 കാലഘട്ടങ്ങളിലുള്ള വിദ്യാഭ്യാസമാണോ ഇപ്പോഴും കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥികൾക്ക് നൽകുമെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഈ വിദ്യാഭ്യാസ മന്ത്രി ഈ കാലയളവിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും വിദ്യാർത്ഥികൾ പുറമേ നിന്നാണോ നല്ല വിദ്യാഭ്യാസം നേടേണ്ടത്? ഇന്നർവീൽ ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം 15-ാം തീയതി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പ്രസിഡന്റ് പേൾ ജിജോ, സെക്രട്ടറി മേരി ബാബു, ട്രഷററായി ലൌലി വക്കച്ചനും പുതിയതായി സ്ഥാനമേൽക്കും. തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ചാലക്കുടി റോട്ടറി ഹാളിൽ വെച്ച് നടക്കുന്ന സമ്മേളനം ഡിസ്ട്രിക്ട് സെക്രട്ടറി വിദ്യ സഞ്ജയ് ഉദ്ഘാടനം ചെയ്യും. ഇന്നർവീൽ ഈ വർഷം നടപ്പിലാക്കുന്ന സേവന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. വാർത്താ സമ്മേളനത്തിൽ പേൾ ജിജോ, ഹണി പോൾ, മേരി ബാബു, ലൌലി വക്കച്ചൻ, വഹിദ മുരളി തുടങ്ങിയവർ പങ്കെടുത്തു. ആക്ച്വലി ഇറ്റ്സ് എ സിസ്റ്റർ ക്ലബ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ലേഡീസ് മാത്രമാണ് ഈ ക്ലബിലുള്ളത്. പിന്നെ ഇൻ്റർനാഷണൽ ഇന്നർവീൽ ക്ലബിൻ്റെ 100ാമത്തെ വർഷം പിന്നിട്ട് കഴിഞ്ഞു. നമ്മുടെ 2008-ലാണ് ഇന്നർവീൽ ക്ലബ്ബ് ചാലക്കുടിയിൽ സ്ഥാപിച്ചത്. എല്ലാ വർഷവും ചെയ്യുന്ന പോലെ തന്നെ ഈ വർഷവും കോമൺ ആയിട്ട് ചെയ്യുന്ന കുറച്ച് പ്രോജക്ട്സ് ഉണ്ട്. അത് ഞങ്ങൾ എന്തായാലും ചെയ്യുന്നുണ്ട്. സ്കൂൾ മെറ്റീരിയൽസ് വിതരണം, പിന്നെ ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ. അത് ഈ പറഞ്ഞ പോലെ 2-3 ക്ലബിൽ 2-3 സ്ഥലത്ത് ചെയ്യണമെന്ന് സ്കൂൾസും ഒക്കെ ആയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്.
മണ്ണമ്പേട്ട വട്ടനാത്രയിൽ വീടിന്റെ പുറകുവശം ഇടിഞ്ഞു വീണു. ഹോമിയോ ഡിസ്പെൻസറിക്ക് സമീപം തൈപ്പറമ്പിൽ ബിനോയുടെ വീടിന്റെ പുറകുവശമാണ് ഇടിഞ്ഞു വീണത്. സംഭവ സമയത്ത് വീടിനകത്തുണ്ടായിരുന്ന കുട്ടികൾ 2 പേരും അപകടം സംഭവിക്കാതെ രക്ഷപ്പെട്ടു. ശുചിമുറിയുടെ ചുമരും മേൽക്കൂരയും ഇടിഞ്ഞു വീണ നിലയിലാണ്. വീടിന്റെ ചുമരുകൾക്കും വിള്ളലേറ്റു. ബിനോയുടെ മകൾ ശുചിമുറിയിൽ കുളിക്കുന്നതിനിടയിലാണ് സംഭവം. ശബ്ദം കേട്ട് പുറത്തേക്കിറങ്ങിയതിനാൽ കുട്ടി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വീട്ടുകാരെ സമീപത്തെ വീട്ടിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6710 രൂപ, പവന് 53,680 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണം. പ്രധാന വാർത്തകൾ വീണ്ടും. നെല്ലായി കൊളത്തൂരിൽ 2 ദിവസമായി നടത്തിയ KSKTU ജില്ലാ സമ്മേളനം സമാപിച്ചു. ചാലക്കുടിയിൽ ദേശീയപാതയോരത്തുള്ള വീട്ടിൽ മോഷണം. പണവും ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളും നഷ്ടപ്പെട്ടു. മേലൂർ കുന്നപ്പിള്ളിയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കിടന്നിരുന്ന ടാങ്കർ ലോറിയുടെ ടാങ്ക് അറുത്ത് മുറിച്ചുകൊണ്ടുപോയി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവിനെതിരെ ABVP പ്രതിഷേധം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.